നോക്കറുമാണ് മൂന്നാം സ്ഥാനം ഇതട്ടോ. പിന്നെ മറ്റേ 4ാം സ്ഥാനം 11 കേട്ടോ. ടൈറ്റ് മത്സരമാണ്. മുസ്ലിം പിന്നെ നമ്മളെ പേരെഴുതിയ ലിസ്റ്റ് കൊടുക്കാം അവർക്ക്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലിസ്റ്റ് അവിടെ എത്താണ്ട്. എവിടെ സഫ ഡെക്കറേഷനാണോ? പക്ഷേ പായസത്തിൻ്റെതായിട്ടുള്ളൊരു മധുരം കുറവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ചിലർ മധുരം കുറവ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യുമേ ചിലർ. അതെ മധുരമാണെന്നുള്ള ശരിക്കും അത് 5ാം സ്ഥാനം വരെ മതിയല്ലോ. 7 വരെ ഒന്നോട്ടെ. 7 വരെ പ്രൈസ്. പിന്നെ ശേഷം പ്രോത്സാഹനം. പിന്നെ അതിലെന്താ വെച്ചാൽ പിന്നെ 1 2 മുസിക്കാം 4 കമ്മിറ്റി 5 ലിസ്റ്റ് 6 നമ്പർ 5 ഒരു വ്യത്യാസം അങ്ങനെ ഇല്ല. ഞാൻ നേരത്തെ വിളിച്ച ആളെ കിട്ടി. ജസ്റ്റ് വെയിറ്റ് മോളെ. നമ്മളെ പേരൊന്ന് അവിടെ പോയിരിക്കാം. ഷെഫിൻ്റെ പേരൊന്ന് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സഫായ 5ാം സ്ഥാനം വരെ ആയി. അതിൽ എഴുതാൻ റിസൾട്ട് ചെയ്താൽ ലിസ്റ്റ് റിസൾട്ട് ചെയ്താൽ ലിസ്റ്റ് റെക്കോർഡ് വേണം വായിക്കാൻ. അവിടെ കൂടുതൽ അത് ആക്കിയാൽ മതി. അടുത്ത ടോട്ടലിൽ ഏതാ വലുത് വെച്ചിട്ട് അതാക്കി ഇനി 68 നോക്കല്ലേ. 68 7 വരെ കിട്ടിയോ സുറമ? ജഡ്ജ്മെന്റ് ആ കുഴങ്ങിക്കാണ് അവർ. ജഡ്ജിൻ്റെ വേണം നമ്മളെ ലിസ്റ്റ് ഇല്ലേ, ആ പേര് കൊടുക്ക്. എന്നിട്ട് കറക്റ്റ് ഇരുന്ന് നോക്കണേ കേട്ടോ. ഒരു കാരണവശാലും മാറരുതേ. അശോക് ഞാൻ പേരും നമ്പറും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണേ. അവർ ടേബിൾ നമ്പറും വേണം. ഡോക്ടർ ഷിറിൻ അനീസ്. നിങ്ങളെ പറഞ്ഞു എന്ത് ആദ്യം പറയാൻ പറ്റില്ലല്ലോ. മുംതാസ് ഉമർ അളാമാൻ്റെ അളാപ്പാൻ്റെ ലെൽമണ്ട് അകത്തുണ്ട്. എൻഗേജ് സ്വാധീനിക്കാൻ വന്നു പറയും. ഇവിടെ വന്ന് സ്വാധീനിക്കാൻ വന്നു പറയും. എനിക്ക് കുറച്ച് കിട്ടുള്ളൂ ഒരു സ്പൂൺ. റംസീന ഫൈസൽ അതാരടി? കുരി. ഓക്കെ. തേർഡ് ബൽക്കിഷ് ഷഫ്. ഫോർത്ത് മാഷാഅല്ലാഹ് നിങ്ങളാട്ടിരും കിട്ടിയല്ലോ. അല്ല ഫെമിദ ആരേതാ? നമ്മളെ താഴോട്ടെ വരുന്നുണ്ടല്ലോ, കുഞ്ഞു മൊയ്തുവിൻ്റെ മോളല്ലേ? മെക്സവിന് വരുന്നേ നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ള. ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യോ? ആ സെക്കൻഡ് അഷഫ് സാഹിബേ, സെക്കൻഡ് സാഹിബ് സെക്കൻഡായിട്ടും പായസം നോക്കിയതാന്ന്? അല്ല ഏതാണ് ചോദിക്കുക പായസം കറക്റ്റ് ആണല്ലോ അറിയാം. എന്തൊരു പായസം? സെക്കൻഡ് എന്തൊരു പായസം? അത് സെക്കൻഡ് അല്ല, ഉണ്ണിത്തണ്ടുള്ള ബൽക്കീസിന്റെ. അല്ല അത് സെക്കൻഡ് കിട്ടിയാണ്. ഓക്കെ. ഫോർത്ത്. സെക്കൻഡ് വന്ന ഏതാന്ന് ചോദിക്കാം. സെക്കൻഡ് വന്നത് മുംതാസ് ഉമർ. അതെന്തായിരുന്നു പായസം? കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്ത. കാണുന്നില്ല അപ്പൊ ചിലതായ ടേസ്റ്റിന്. ഈ ഫസ്റ്റ് 3 ഒന്നും കിട്ടിയില്ല. ഫസ്റ്റ് 3 കോളനിയിലുള്ളവരാണ്.
ആ, അത് ഒന്ന് അടപ്രഥമൻ എന്തായിരുന്നു തോന്നുന്നത്, പിന്നെ ഒന്ന് എന്തായിരുന്നു പ്രോത്സാഹന സമ്മാനം എന്നുള്ള അതിൽ വന്നിട്ടില്ല. അല്ല, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് വെച്ചാലോ പിന്നെ അവരിന്ന് പിന്നെ ഒരാൾക്ക് സമ്മാനം കൊടുക്കണം. കോളനിയല്ലേ, അപ്പോൾ എന്തെങ്കിലും ഇത് കൊടുക്കണം. അപ്പോൾ അതിൽ ഒരു സ്ഥാനം കൂടി ഉണ്ട്. എഴുതിയ നമ്പർ എത്ര അത് സെപ്പറേറ്റ് അല്ലേ? ഒരു 8ാം സ്ഥാനമാക്കി മതി, അതിനൊക്കെ പറ്റും. അങ്ങനെ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 8ാം സ്ഥാനം പ്രോത്സാഹനം ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ട്. അതല്ല, അങ്ങനെയല്ല. ആ കോളനി ബേസ് ചെയ്തിട്ട് അത് 3 മുസ്ന ഞാൻ പറഞ്ഞല്ല, നിങ്ങളെ സമ്മാനം അപ്പം അവൻ്റെ കോളനി ബേസ് ചെയ്തിട്ട് ഒരു 3 ആളെയും കൂടി കൂട്ടിയിട്ട് ഒരു സമ്മാനം. അങ്ങനെ പറ്റൂലേ? 3 ആൾ സെപ്പറേറ്റ് ഉണ്ട്. ഇനി വേണേൽ ഞാൻ പറഞ്ഞ കോളനിക്ക് ഒരു പ്രത്യേക പരിഗണന എന്നുള്ള നിരക്ക് വേണമെങ്കിൽ ചെയ്യണം. അതുപോലെ 3 ആൾക്ക് കൂടി പാടെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിരക്ക് സെപ്പറേറ്റ് ആകുമ്പോൾ അതെ ഇത് ആരാണെന്ന് അറിയാത്ത പ്രശ്നം. അത് വേണ്ട. നൈറ്റ് ആരെങ്കിലും ഒരാളെ 8ാം സ്ഥാനത്ത് ഇരിക്കാൻ മതി. 8ാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഇത് അതേതാണ് നമ്പർ? 3. നമ്പർ 3 നമ്പർ 3 ശ്രുതി സുരേഷ്. അത് നമ്പർ അത് 7 ആയിക്കൂടുന്ന ആ, അത് 7 ആൾക്കാരാണ്. വലിയ വ്യത്യാസമാണ്. മാർക്ക് നോക്കി വ്യത്യാസമില്ല, കുഴപ്പമില്ല. ഇന്ന് അവർക്കെല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിൽ 7 തൊട്ട് ശരി. അത് പ്രൈസ് വലിയ വ്യത്യാസം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് പ്രൈസ് ഉണ്ടോ? പ്രൈസ് ഉണ്ടോ? നിങ്ങൾക്ക് പ്രൈസ് ഒക്കെ വരും കേട്ടോ. ഇപ്പൊ പോകണ്ട. എടുക്കുന്നു വണ്ടി. പ്രൈസ് അടിച്ച് ഇവിടെ പറയും, വെയിറ്റ് ചെയ്യാൻ പറയും. എൻജോയ് ചെയ്യും. എന്ത് പായസം തരുന്നു? നമുക്ക് നല്ലതോ ആ എന്ത് ക്യാരറ്റോ ക്യാരറ്റ് നേരെ കഴിഞ്ഞിട്ട് പോവാം. വെയിറ്റ് ചെയ്യും, ഇപ്പോൾ വിളിക്കാം. എന്നാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. അവിടെ ഇരിക്കും, കുറച്ച് ഇത് പോകാൻ. 5 മിനിറ്റ് നോക്കട്ടെ. ഇതെന്താ പോയി. പ്രഖ്യാപിച്ചത്? ഓക്കെ. മൂസി പോണ മാതിരി. അത് പോയില്ലോ.